ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളുടെ കാലത്ത് രണ്ട് തരം ആളുകളുണ്ട്. മരിച്ചിട്ടും ജീവിക്കുന്നവരും ജീവിച്ചിരിക്കെ തന്നെ മരിച്ചുപോയവരും. മരിച്ചിട്ടും ജീവിക്കുന്നവരായുള്ള ആളുകളെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് ഓടിയെത്തിയത്, വ്യത്യസ്ത പാർട്ടികളിൽ വ്യത്യസ്ത ആളുകളുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എപ്പോഴും ആലപ്പുഴയിലെ രക്തസാക്ഷി സ്മാരകം, പുന്നപ്പറ വയലാർ രക്തസാക്ഷി മണ്ഡപം, അതൊരു എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന, അവിടെ മരിച്ചുപോയവരെ സ്മരിക്കുന്ന ഒരു പ്രധാന ഇടമാണ്. പിന്നെ നായനാർ സ്മാരകമാണ് കണ്ണൂരിലുള്ളത്. എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് പുതുപ്പള്ളി പള്ളിയിലെ സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് എഴുതി വെക്കപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയാണ്. കെ കരുണാകരൻ സാറിൻ്റെ ശവക്കല്ലറ പൂങ്കുന്നത്തുണ്ടെങ്കിലും ഒരുപക്ഷെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഇടക്കാലത്ത് പോയതുകൊണ്ടോ പിന്നീട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സവിശേഷമായ സമുദായത്തിൻ്റെ മേൽവിലാസം അദ്ദേഹത്തിന് ഇല്ലാതിരിക്കുന്നത് കൊണ്ടോ മറ്റോ എന്തോ ആയാലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ അടുത്ത കോൺഗ്രസ്സുകാരോ അവിടെ ഉള്ളവരോ അല്ലാതെ വളരെ വ്യാപകമായി തെക്ക് വടക്ക് കേരളത്തിൽ നിന്നും അവിടെ സന്ദർശിക്കാനും അനുഗ്രഹം തേടാനും പ്രാർത്ഥിക്കാനുമൊക്കെയായി അധികം ആളുകൾ എത്താറില്ല. എന്നാൽ അതിൽ മുൻപനും വൻപനും എപ്പോഴും ഉമ്മൻചാണ്ടി സാർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഖബറിടം സന്ദർശിക്കുന്നവരും ഒക്കെ ധാരാളം പേരുണ്ട്. കാരണം അദ്ദേഹം ആദ്യാവസാനം കോൺഗ്രസ്സുകാരനായിരുന്നു, ജനകീയനായിരുന്നു. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഓർക്കാനും പറയാനും ഒരു ചിത്രവും ഒരു നിമിഷവുമില്ലാതെ അങ്ങനൊരു രാഷ്ട്രീയക്കാരൻ കേരളത്തിൽ നമ്മുടെ ഓർമ്മകളിൽ കടന്നു പോയിട്ടില്ല. അതാണ് ഒരു വിഭാഗത്തിൽ വരുന്നവർ. എന്നാൽ രണ്ടാമത് മറ്റൊരു വിഭാഗമുണ്ട്. അതാരാന്നറിയോ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ മരിച്ചതിന് തുല്യമായി മറന്നുപോയവർ. അതിലൊരു പ്രധാനിയെക്കുറിച്ചാണ് ഞാൻ ഓർത്തതെന്ന്. അത് വേറെ ആരുമല്ല, നമ്മുടെ PC ചാക്കോ സാറ്. സാറിൻ്റെയൊക്കെ ഒരു സ്ഥിതി എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരായിരുന്നു PC ചാക്കോ സാറ് കോൺഗ്രസ്സിന്? എല്ലാ അർത്ഥത്തിലും നിറഞ്ഞു നിന്നിരുന്ന ഒരാൾ, നിരവധി തവണ MP ആയ ഒരാൾ, MLA ആയ ഒരാൾ, കേന്ദ്രമന്ത്രിയായ ഒരാൾ, അവസാനം വരെ ഹൈക്കമാൻഡിൻ്റെ സ്വന്തമായിരുന്ന ഒരാൾ, ഒരുപക്ഷെ ഒരു ഗ്രൂപ്പിലും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ഉദ്ദേശിക്കുന്ന കാര്യം സാധിച്ചെടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരാൾ, ഭാഷയുള്ള ഒരാൾ, വളരെ നിർണായകമായ പല പാർലമെൻ്ററി സമിതികളെയും നയിച്ചൊരാൾ. പക്ഷേ അദ്ദേഹം മൂടും പറിച്ചുകൊണ്ട് പോയത് NCPയിലേക്കായിരുന്നു. ചെറിയ പാർട്ടി ആയതുകൊണ്ട് അതിനുള്ളിൽ വലിയ ആളാകും എന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ചെറിയ പാർട്ടിക്കകത്ത് പാമ്പിൻ്റെയും തേളിൻ്റെയും മറ്റ് മാരകമായ പല വസ്തുക്കളുടെയും കടിയേറ്റ് പുളഞ്ഞു വീഴുന്ന PC ചാക്കോ സാറിനെയാണ് പിന്നീട് കേരളം കണ്ടത്. അതിൻ്റെ അധ്യക്ഷനോ വേറെന്തൊക്കെയോ ആയി മന്ത്രിയെ മാറ്റാനോ മാറ്റാതിരിക്കാനോ തീരുമാനിച്ച് അവസാനം മാറിയോരും മാറ്റിയോരും പോയി എല്ലാവരും കൂടെ ചേർന്ന് PC ചാക്കോ സാറിനെ അങ്ങ് മാറ്റി എവിടെയോ ഇരുത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്തായിരുന്നു? കുറഞ്ഞ പക്ഷം എവിടെയെങ്കിലും സീറ്റ് ചോദിക്കാമായിരുന്നു. ഇനി അതും കഴിഞ്ഞില്ലെങ്കിൽ ഒരു മുതിർന്ന നേതാവെന്നുള്ള നിലയിൽ പല ചർച്ചകളിലും സാന്നിധ്യമുണ്ടാകുമായിരുന്നു. കൂടാതെ വലിയ ക്യാമ്പയിനറായി മാറുമായിരുന്നു. പലയിടങ്ങളിലും ഇടപെടാമായിരുന്നു. മുതിർന്ന നേതാവെന്നുള്ള നിലയിൽ ചർച്ചകൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ക്ഷണിക്കപ്പെടുന്ന ഒരാളാകുമായിരുന്നു. ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയല്ലേ വേണ്ടത്? പക്ഷേ ഇതൊന്നും ലഭിച്ചില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇത് വിട്ടുപോകാതിരിക്കുന്ന മുതിർന്ന നേതാക്കളുണ്ടല്ലോ. AK ആൻ്റണി സാറ് ഇപ്പോഴും മാധ്യമപ്രവർത്തകരെ കാണുന്നു. PJ കുര്യൻ സാറ് ഇപ്പോഴും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നു, കാണുന്നു. അതുപോലെ പല മുതിർന്ന നേതാക്കളും ഇതിനകത്ത് തന്നെ നിന്ന് ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് PC ചാക്കോ സാറ് വിസ്മൃതിയിലായത്. എന്തെല്ലാം ചരിത്രങ്ങളാണ് PC ചാക്കോ സാറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയിലുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. വീക്ഷണം മുതൽ, പെട്ടികൾ മുതൽ, ഇലക്ഷൻ പ്രചരണ ഫണ്ടുകൾ മുതൽ, അങ്ങനെ എന്തെല്ലാം. എന്നിട്ടോ അദ്ദേഹം അവിടെ നിന്ന് മാറി ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ മത്സരിക്കുന്ന ഇലക്ഷന് അവിടെ ചെന്ന് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞു കൂട്ടിയത്, എന്തെല്ലാമാണ് പ്രസംഗിച്ചത്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്തെല്ലാമോ പ്രചാരകനായി മാറി ഇടതുമുന്നണിയുടെ നയരൂപീകരണ നേതാവായി മാറിയിട്ട് അവസാനം വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞ പോലെ അവസ്ഥയായിപ്പോയി. നമ്മുടെ ചെറിയാൻ ഫിലിപ്പ് സാറൊക്കെ തിരിച്ചിങ്ങ് കയറി. VC കബീർ സാറിനെ പോലെയുള്ളവർ അവിടെ പോയി നിന്ന് ആരോഗ്യമന്ത്രിയോ വേറെന്തൊക്കെയോ ആയിട്ട് പോലും അവസാനം എൻ്റെ മേൽ ത്രിവർണ്ണ പതാക പുതപ്പിക്കണം, ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്നും പറഞ്ഞ് അദ്ദേഹവും മടങ്ങിയെത്തി. ജീവിതത്തിൻ്റെ കുറേ ആഗ്രഹങ്ങളും ആശകളുമൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ
വഴിയിലൂടെ തന്നെ സഞ്ചരിച്ച് അവിടെ അങ്ങ് ഒടുങ്ങുന്നതാണ് എല്ലാ മനുഷ്യർക്കും നല്ലത്. പി സി ചാക്കോ സാർ അതിനൊരു ഗുണപാഠമാണ്.